വെൽക്കം ടു ഫ്ലൈങ് ബേർഡ്സ്. ഈ പൂ കണ്ടിട്ട് നല്ല പരിചയം ഉണ്ടാവുമല്ലോ അല്ലേ? ഇത് മത്തങ്ങയുടെ പൂവാണ്. ഈ മത്തങ്ങയുടെ പൂ വെച്ചിട്ട് ഇന്ന് ഒരു സ്പെഷ്യൽ ഡിഷാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കണേ. പിസ്സയാണ്. മത്തങ്ങയുടെ പൂ വെച്ചിട്ട് പിസ്സ നിങ്ങൾ കണ്ടിട്ടുണ്ടാവില്ല, കേട്ടിട്ടുണ്ടാവില്ല അല്ലേ? അപ്പം ആദ്യമായിട്ട് ഞാനിത് കാണിച്ചു തരാണ്. മത്തങ്ങയുടെ പൂവും പിന്നെ ഉപ്പിലിട്ട് വെച്ച ഉപ്പും ഓയിലൊക്കെ ഇട്ട് വെച്ച ചാളയുണ്ട്. ചാള നമ്മുടെ സ്കിന്നൊക്കെ കളഞ്ഞ് ഉപ്പിലൊക്കെ ഇട്ട് വെച്ചേക്കണ ഇത് നമുക്ക് ക്യാൻഡായിട്ട് കിട്ടും. ഇങ്ങനെ ക്യാനല്ല, ഇത് ബോട്ടില്. ഇതും ഈ ഫ്ലവറും വെച്ചിട്ട് ഉണ്ടാക്കണ ഒരു പിസ്സ. ഇതാണ് ഇന്ന് ഉണ്ടാക്കി കാണിക്കണേ. അപ്പം നമുക്ക് ആദ്യം പിസ്സയുടെ ഡോ എങ്ങനെ ഉണ്ടാക്കണേന്ന് നോക്കാം. ഇതിനായിട്ട് വേണ്ടത് ഒരു 300 ഗ്രാം മൈദ, പിന്നെ വേണ്ടത് ഒരു 5 ഗ്രാം ഈസ്റ്റ്, പിന്നെ 10 ഗ്രാം പഞ്ചസാര, ഒരു 4 ഗ്രാം സോൾട്ട്, പിന്നെ ഒരു 15 ml ഒലിവ് ഓയിൽ. ഇത് 150 ml ചെറിയ ചൂടുവെള്ളം, അതിലേക്ക് 10 ഗ്രാം പഞ്ചസാര, 10 ഗ്രാം ഷുഗറും, പിന്നെ 5 ഗ്രാം ഈസ്റ്റും. അതിങ്ങനെ മിക്സ് ചെയ്തിട്ട് ഒരു 5-8 മിനിറ്റ് വെക്കാം. അപ്പം ഇതിങ്ങനെ പതഞ്ഞു വരുന്നത് കാണാം. നമ്മൾ ഈസ്റ്റ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് മുകളിലേക്ക് ഇങ്ങനെ പൊന്തി വന്നു തുടങ്ങിയിട്ടുണ്ട്. കണ്ട, 5-8 മിനിറ്റ് ആയിട്ട് വെച്ചിട്ട്. അപ്പം ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമ്മൾ ഇനി ഇത് കുഴയ്ക്കാൻ പോവാണ്. ചെറിയൊരു കിണർ പോലെ നമുക്ക് ഇങ്ങനെ കുഴിക്കാതെ തന്നെ. അതിലേക്ക് ഇതിൻ്റെ ഒരു ഹാഫ് ഒഴിച്ചാൽ മതി. ആദ്യം ഇതിലേക്ക് ഒരു 3-4 ഗ്രാം സോൾട്ട് എടുത്ത് വെച്ചത് ഇടാം. ഇത്രേശം ഈ ഫ്ലോർ തട്ടിയിട്ട് കുഴച്ചെടുക്കാം. ഇനി കുറച്ച് ഈസ്റ്റും വെള്ളമുള്ളത് ഒഴിക്കുക. പിന്നെയും ഇങ്ങനെ കുഴച്ച് കൊണ്ടുവരാം കേട്ടോ. ഈ വെള്ളം എല്ലാം ഒഴിച്ചു കേട്ടോ. ഇതിലേക്ക് നമ്മൾ 15 ml ഒലിവ് ഓയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്, അതും കൂടി ഒഴിക്കുക. എന്നിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കാം. ഇതിനി കൈ കൊണ്ട് നല്ലോണം നീഡ് ചെയ്യണം. ഒരു 5-10 മിനിറ്റ് ഇങ്ങനെ നീഡ് ചെയ്യണം. ഇതാണ് എല്ലാ പിസ്സയുടെയും ബേസ്. ഈ പിസ്സയുടെ മുകളിൽ ഇടുന്ന ടോപ്പിംഗ് അനുസരിച്ചാണ് അതിൻ്റെ പേരുകൾ മാറുന്നത്. സിമ്പിളായിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ ഇതാണ് ഇതിൻ്റെ ഡോ. ഇത് വെച്ചിട്ട് ഏത് പിസ്സയും നമുക്ക് ഉണ്ടാക്കാം. 10 മിനിറ്റ് കുഴയ്ക്കുക. അത് കഴിഞ്ഞിട്ട് 1 മണിക്കൂർ പൊങ്ങി വരാൻ മാറ്റി വയ്ക്കുക. അപ്പോൾ 10 മിനിറ്റ് കുഴച്ചിട്ട് കാണാം. ഇപ്പം 10 മിനിറ്റോളം ഞാനിവിടെ ഈ ഡോ നീഡ് ചെയ്തിട്ടുണ്ട്. ഇനിയൊരു ഓയിൽ പുരട്ടിയിട്ടുള്ള ഒരു ബൗളിലേക്ക് ഇത് വെച്ചിട്ട് അതിൻ്റെ മുകളിലും ഒരു ടീസ്പൂൺ ഓയിൽ ഇങ്ങനെ തൊട്ട് കൊടുക്കുക. ഇനി ഇത് ക്ലിംഗ് റാപ്പ് വെച്ചിട്ട് അടച്ചിട്ട് 1 മണിക്കൂർ ഫെർമെൻറ്റ് ചെയ്യാൻ വയ്ക്കാം. ഇപ്പോൾ 1 മണിക്കൂർ കഴിഞ്ഞപ്പോൾ നമ്മുടെ ഡോ ഡബിൾ സൈസ് ആയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്കിതിങ്ങനെ പരത്തിയെടുക്കണമല്ലോ. പിന്നെ അടിയിലേക്ക് ഇട്ട് കുറച്ച് മൈദ, അത് മൈദയല്ല, കുറച്ച് റവ എടുത്തിട്ട് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുക്കുക, ഒന്നും കൂടി നൈസാക്കുക. എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ നമ്മുടെ ഈ ഡോ വെച്ചിട്ട് പരത്താം. കുറച്ച് അടിഭാഗം നല്ല ക്രിസ്പി ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത്. കൈ കൊണ്ട് ഇങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ പരത്തി കൊണ്ടുവരാം കേട്ടോ. ഇനി
നമുക്ക് വല്ല റോളർ ഉപയോഗിച്ചിട്ട് ഇങ്ങനെ പരത്തി അതിലെടുക്കാം. അങ്ങനെ ഈ ട്രേയുടെ സൈസിലേക്കാണ് ഇത് പരത്തിയെടുക്കുന്നത്. ഇനി ഈ ട്രേയിലേക്ക് ആദ്യം തന്നെ കുറച്ച് ഒലിവ് ഓയിൽ സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ ഈ പരത്തി വെച്ചേക്കണ ഈ ഡോയില് അത് ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് ഇതിൻ്റെ എല്ലാ സൈഡും കവർ ചെയ്യണ മാതിരി പരത്തി പരത്തി കൊണ്ടുവരാം. ഇത് പ്രസ് ചെയ്ത് ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ അതിങ്ങനെ തന്നെ നീണ്ടു പോന്നോളും. കാണുമ്പോൾ ഇങ്ങനെ വലിയ പണി അല്ല തോന്നെങ്കിലും അത് ബുദ്ധിമുട്ടുള്ളൊരു പണിയൊന്നുമല്ല കേട്ടോ. റോളർ വെച്ചിട്ടായാലും ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ അതിങ്ങനെ വലിഞ്ഞു പോന്നോളും. ഈ ട്രേയുടെ സൈഡിലേക്ക് കുറച്ച് കയറ്റിയിട്ടിട്ട് ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കുക കേട്ടോ. കുറച്ച് കയറ്റിയിടണം സൈഡ് ഭാഗത്തേക്ക്. എന്തെങ്കിലും നമ്മൾ ഇതിലേക്ക് മിക്സ് ചെയ്യുമ്പോൾ അത് അതിൻ്റെ ഉള്ളിൽ കൂടെ താഴേക്ക് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം കുറച്ച് ഒലിവ് ഓയിൽ അതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ അവൻ പ്രീഹീറ്റ് ചെയ്യാൻ ഇടണം. ഒരു 180 തുടങ്ങി 200 ഡിഗ്രി വരെ നമുക്ക് ഇടാം കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഈ മുസറല്ലയുടെ ക്യൂബ്സ് ആണിത്. നിങ്ങൾക്ക് ഗ്രേറ്റ് ചെയ്തത് വാങ്ങിക്കാൻ കിട്ടും. അത് വേണമെങ്കിൽ ഗ്രേറ്റ് ചെയ്തിട്ടാലും മതി. അതായിരിക്കും ഫുള്ളായിട്ട് ഇങ്ങനെ നിറഞ്ഞ് നിൽക്കണ മാതിരി കിട്ടാൻ. ഇത് ഞാൻ മുസറല്ല ഫ്രോസൺ അല്ലത്, അപ്പോൾ ഇത് ഫ്രഷാണ് സത്യം പറഞ്ഞാൽ. അപ്പോൾ അത് കാരണം ഇങ്ങനെ ക്യൂബ്സായിട്ട് കട്ട് ചെയ്തെടുത്തേക്കണം. ഇത് ഞാൻ കുറച്ച് അടിയിൽ ഇടുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിലേക്കാണ് നമ്മുടെ മെയിൻ താരമായ മത്തങ്ങയുടെ പൂവ് ഇടാൻ പോണത്. ഇത് ഇടുമ്പോൾ ഇതിൻ്റെ ഈ അടിഭാഗത്തുള്ള ആ തണ്ടോട് കൂടി ഭാഗമില്ലേ അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ഈ ഫ്ലവർ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ലീഫ് പോലെ ഇങ്ങനെ കിട്ടും. ഫ്ലവറിൻ്റെ നമ്മുടെ ഓരോ പീസുകളായിട്ട് കിട്ടും. ഇതിങ്ങനെ നിറയെ നിരത്തി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ഓയിലിട്ട് വെച്ചേക്കണ ആ ചാളയുടെ ഐറ്റമില്ലേ അതെടുത്തിട്ട് ചെറിയ ചെറിയ പീസുകളായിട്ട് കൈ കൊണ്ട് തന്നെ ചെറിയ ചെറിയ പീസാക്കാം. എന്നിട്ട് ഈ പിസയുടെ ഇടയിൽ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഇങ്ങനെ ഇടാം. ഇത് ഉപ്പാണ്, ഉപ്പിലിട്ടതാണ്. അപ്പോൾ അതിൻ്റേതായ ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഇടാൻ. നിറച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് തിന്നാൻ പറ്റിയെന്ന് വരില്ല കേട്ടോ. അപ്പം ചെറിയ ചെറിയ പീസാക്കിയിട്ട് അവിടെ ഇവിടെയൊക്കെ ഇടാം. അപ്പം അതൊക്കെ ഇട്ട് കഴിഞ്ഞ് ഇനി അതിൻ്റെ മുകളിലും കുറച്ച് ഒലിവ് ഓയിൽ ഒഴിക്കുന്നുണ്ട്. ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോകാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഓയിൽ ഒഴിക്കണത്. ഇപ്പം നമ്മുടെ അവൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഒരു 15 മിനിറ്റ് കുക്കാവാൻ വേണ്ടിയിട്ട് വയ്ക്കുക, ബേക്കാവാൻ വേണ്ടി വയ്ക്കുക. പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ട് എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ കുറച്ചും കൂടി മൊസറല്ല ചീസ് ഇടാം. ഞാൻ 2 പീസ് ഉണ്ടാക്കണ കാരണം കുറച്ച് പിശിക്കാണ് എടുത്തേക്കണം. നിങ്ങൾക്കത് നിറച്ചും ഇടാട്ടോ. അങ്ങനെ പിന്നീട് ഒരു 2-3 മിനിറ്റും കൂടി വെച്ചാൽ മതി. പിന്നെ നമ്മുടെ പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്.
മത്തങ്ങയുടെ പൂവും ചാളിയും വെച്ചിട്ടുള്ള നമ്മുടെ പിസ്സയാണിത്. നല്ല തിന്നായിട്ടുള്ള ക്രസ്റ്റ് ആണ് കേട്ടോ. ഉണ്ടോ, നല്ല അടിയിൽ നല്ല ക്രിസ്പി ഉണ്ട്, കാരണം റവ ഉള്ള ചേർത്തത്. നല്ല ക്രിസ്പി ആയിട്ടിരിക്കുന്നുണ്ട്. തിന്ന് നോക്കിയിട്ട് പറയാം. നല്ല ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ? കാരണം ഇതിൻ്റെ ഇടയിൽ ഇത് ഉപ്പാണ്. ഉപ്പ് കടിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അതിങ്ങനെ കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ടാവും. നേരത്തെ ഞാൻ കാണിച്ച സെയിം ഡോ തന്നെ, അതായത് 300 ഗ്രാം മൈദയിൽ ഉണ്ടാക്കിയ സെയിം ഡോ വെച്ചിട്ട് വേറൊരു പിസ്സയും കൂടിയാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. ഇതും ഒരു വെറൈറ്റി പിസ്സ തന്നെയാണ്. അപ്പം ഇത് ഞാൻ ഓൾറെഡി എല്ലാം ഫിനിഷ് ചെയ്ത് ഇതിൽ പരത്തിയൊക്കെ വെച്ച് കഴിഞ്ഞു കേട്ടോ. ഇതിലെ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് നമ്മുടെ ട്യൂണ, ഇങ്ങനെ വരുന്ന ട്യൂണയില്ലേ, അതാണ് ഇതിലേക്ക് ഇടാൻ പോണത്. എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ട്യൂണ നമുക്ക് പൊട്ടിച്ചിട്ട് ഇതിൻ്റെ ഓയിൽ മാറ്റിയിട്ട് അതിലേക്ക് സ്പ്രെഡ് ചെയ്തിടാം. ട്യൂണയും ഒനിയനും. പിന്നെ വേണ്ടത് നമ്മുടെ ടൊമാറ്റോ സോസ് ഇല്ലേ, ടൊമാറ്റോ സോസ് എന്ന് വെച്ചാൽ പിസ്സ സോസ് കേട്ടോ. അതായത് ഇത് ടൊമാറ്റോ പ്യൂരി ഉണ്ടാക്കിയിട്ടുള്ള പിസ്സ സോസ്. വെറുതെ ടൊമാറ്റോ ബോയിൽ ചെയ്ത് അതിൻ്റെ സ്കിൻ റിമൂവ് ചെയ്യുക, പിന്നെ അത് പേസ്റ്റ് ചെയ്തിട്ട് ഓയിൽ ഒഴിച്ചിട്ട് ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റിച്ചെടുക്കുക. പിന്നെ കുറച്ച് നമുക്ക് പിസ്സയുടെ ഫ്ലേവർ കിട്ടാൻ വേണ്ടി ഹെർബുകൾ ആഡ് ചെയ്യാം, അത്യാവശ്യത്തിനുള്ള ഉപ്പും, അത്രേ ഉള്ളൂ. ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള റെസിപ്പി ഞാൻ കാണിക്കണില്ല. ഇതിന് മുമ്പ് ഞാനൊരു പിസ്സയുടെ വീഡിയോ ഇട്ടിട്ടുണ്ട്, വേണ്ടവർ അതിൽ കയറി ചെക്ക് ചെയ്ത് കണ്ടാൽ മതി കേട്ടോ. പിന്നെ വേണ്ടത് നമ്മുടെ ആസ് യൂഷ്വൽ ആയിട്ടുള്ള മെയിൻ താരം മുസറല്ല ചീസ്. ആദ്യം തന്നെ നമ്മൾ ഈ പിസ്സ സോസ് ഇതിൽ സ്പ്രെഡ് ചെയ്യാണ്. ഇനി നമ്മുടെ ഒരു ഒനിയൻ ഇങ്ങനെ റിംഗ് ആയിട്ട് കട്ട് ചെയ്തത് ഇതിൻ്റെ മുകളിൽ ഇടാണ് കേട്ടോ. റിംഗ് ആയിട്ട് കട്ട് ചെയ്യണമെന്നൊന്നുമില്ല, എന്നാലും റിംഗ് ആയിട്ട് കട്ട് ചെയ്യുമ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവുമല്ലോ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഓയിലിൽ നിന്ന് എടുത്ത ട്യൂണ ഇതുപോലെ സ്പ്രെഡ് ചെയ്തിടാം. ചെറുതായ കാരണം 2 ക്യാനാണ് ഞാൻ എടുത്തേക്കണേ. ഇതിൻ്റെ അളവുകളൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം കേട്ടോ. ഇത്ര അളവൊന്നുമില്ല. ഇതിൻ്റെ മുകളിൽ കുറച്ച് ഒലിവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് നമുക്ക് 200 ഡിഗ്രി ചൂടായ അവനിലേക്ക് വെക്കാം. അതിനുശേഷം ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞാൻ ചീസ് ഇടണുള്ളൂ. കാരണം അല്ലെങ്കിൽ ചീസ് വേണമെങ്കിൽ ഇപ്പം ഇടാം, പക്ഷെ ചീസ് ഇത് വെന്തതിന് ശേഷം ഇടുന്നതാണ് നല്ലത്. കാരണം ചീസിന് അധികം വേവില്ലല്ലോ. ഒരു 3 മിനിറ്റൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിങ്ങനെ നന്നായി മെൽറ്റ് ആവും. അപ്പം ഞാൻ അത് ചീസ് ഞാൻ പിന്നെ വെക്കണം. ഇപ്പം നമ്മുടെ പിസ്സ ഒരു 15 മിനിറ്റ് ആയിട്ടുണ്ട്. അപ്പം ഇനി നമുക്കത് എടുത്തിട്ട് ഇനി ചീസ് ഇട്ടിട്ട് ഒന്നുകൂടി വെക്കാം. അങ്ങനെ നമ്മുടെ ട്യൂണ ഇട്ടിട്ടുള്ള പിസ്സ ഇവിടെ റെഡി ആയിട്ടുണ്ട്. കഴിച്ചു നോക്കിട്ടെ. നല്ല അടിപൊളി ടേസ്റ്റ് ഉണ്ട്. ഇതിൻ്റെ ഈ ഒനിയൻ ഇട്ടതിൻ്റെ ഒരു ക്രിസ്പിനെസ്സും ഉണ്ട് കേട്ടോ അതിന്. അപ്പം ഇപ്പം ഇന്ന് ഞാൻ കാണിച്ച 2 പിസ്സയും 2 വെറൈറ്റി പിസ്സകളാണ്. അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്നവർ ട്രൈ ചെയ്ത് നോക്കാം, അല്ലാത്തവർ ഇത് കണ്ട് ലൈക്കെങ്കിലും തരാം കേട്ടോ. ഈ ട്യൂണ പിസ്സയും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ഇങ്ങനത്തെ വെറൈറ്റി ഐറ്റംസ് കാണിച്ചു തന്നതിന് ഒരു ലൈക്ക് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാം. ഇനി വീഡിയോ ആയിട്ട് വീണ്ടും വരും. താങ്ക് യു.